السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ സുഹൃത്തു ബന്ധങ്ങളിൽ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ, ആരൊക്കെയാണ് നമ്മുടെ മിത്രങ്ങളെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വിശ്വസിക്കാത്ത ആളുകളിൽ നിന്നുപോലും മോശപ്പെട്ട സ്വഭാവങ്ങൾ കാണുമ്പോൾ മനസ്സറിഞ്ഞ് സങ്കടപ്പെട്ട് ജീവിക്കാനേ പലപ്പോഴും നമ്മിൽ പല ആളുകൾക്കും സാധിക്കാറുള്ളൂ. ചില ആളുകളൊക്കെ പറയുന്നത് പോലെ കാണാനൊക്കെ പുറത്ത് നല്ല ആളാണ്, നമസ്കാരങ്ങളിലും ദീനി ചിട്ടകളിലും മറ്റുള്ള രംഗങ്ങളിലൊക്കെ വളരെ ഭംഗിയായി യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതം അയാൾ കാഴ്ചവെച്ചിട്ടും ആരും കാണുകയോ കാണിക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത സ്വന്തം ഹൃദയത്തെ ഒരു വൃത്തികെട്ട വസ്തുവായി കൊണ്ടു നടക്കുന്ന പലരും ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചങ്ങളും പുച്ഛങ്ങളും ഏഷണിയും പരദൂഷണവും കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും എന്നുവേണ്ട നിരവധി മലിനമായ സ്വഭാവത്തിലൂടെയാണ് നമ്മിൽപ്പെട്ട പല ആളുകളുടെയും മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ആദർശങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളൊക്കെ പഠിച്ചിട്ടും പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയൊരു വചനമുണ്ട്, സുമ്മ ഖസത്ത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്. എത്ര തന്നെ അല്ലാഹുവിൻ്റെ വചനങ്ങൾ തുടർച്ചയായി കേട്ടാലും ശരി, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇന്ന സ്വഭാവങ്ങൾ പാടില്ല, അങ്ങനെ ചെയ്താൽ അതികഠിനമായ തീകുണ്ടാരമാണ് എന്നൊക്കെ 1000 വട്ടം ഖുതുബകളിലും ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലൊക്കെ കേട്ടെങ്കിലും ശരി, സുമ്മ ഖസത്ത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്, അതിനുശേഷവും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകുന്നതാണ്. ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ, ഒരു ഉറച്ച പാറക്കല്ലിനെ പോലെ അല്ല, അതിനേക്കാളും ശക്തിയേറിയ ഉറച്ചുപോകുന്ന രീതിയിൽ അവരുടെ മനസ്സുകൾ കഠിനമായി പോകുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇത്രമാത്രം അല്ലാഹുവിൻ്റെ വചനങ്ങൾ കേട്ടിട്ടും നാളെ പടച്ച റബ്ബ് തിരിച്ചു വിളിക്കുന്ന മരണത്തിൻ്റെ മുമ്പിൽ ആശ്വാസത്തോടെ, പുഞ്ചിരിയോടെ, സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വസ്തുത, പ്രിയപ്പെട്ടവരെ, എൻ്റെ നെറ്റിത്തടത്തിലെ നിസ്കാര തയമ്പിനേക്കാൾ, ഞാൻ ധരിച്ച നെരിയാണിക്കുമേലെയുള്ള പാൻറ്റിനേക്കാൾ, ഞാൻ ധരിച്ച സലഫി മഫ്തയേക്കാൾ, ഞാൻ ഓതിത്തീർക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളേക്കാൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു വെറുത്തവനായ വിഭാഗത്തിൽ വിട്ട് നിന്ദ്യനും മോശക്കാരനുമായി അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമോ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം അത് നന്നാക്കാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കണം. പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മാറുക. ജനങ്ങൾ കാണുമ്പോൾ ഒരു സ്വഭാവവും, ജനങ്ങൾ കാണാത്ത സമയത്ത് വേറൊരു സ്വഭാവവും നമ്മൾ കാണിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ നമ്മെപ്പറ്റി എന്തൊക്കെ നല്ലത് പറഞ്ഞാലും ഒരു ഗുണവും അള്ളാഹിൻ്റെ കോടതിയിൽ പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക, മനസ്സു നന്നാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ ലോകത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒന്നും നമ്മുടേതല്ലാതായി മാറുന്നൊരു ദിവസമുണ്ട്. അങ്ങനെയൊരു ദിവസം നമുക്ക് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. കോടികളുടെ ആസ്തിയുണ്ടെങ്കിലും, ആരൊക്കെ സഹായിക്കാനുണ്ടെങ്കിലും, എന്തൊക്കെ നമ്മുടെ കൂടെയുണ്ടെങ്കിലും അതൊന്നും ഒരു ഉപകാരവും ലഭിക്കാത്ത ജീവിതത്തിൽ, ഉപകാരപ്പെടാത്തൊരു ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്ക് വരും. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുക, സൽസ്വഭാവികളാവുക. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ.
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.